ശ്രീ എച്ച് സലാം, നിങ്ങളിപ്പോൾ ഈ സോണിയാഗാന്ധിയുടെ ഇന്നിപ്പോൾ സഭയിൽ ഈ ഭരണപക്ഷ അംഗങ്ങൾ സംസാരിക്കുന്നത് കേട്ടാൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി റെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ശബരിമലയിൽ നിന്ന് കാണാതായ സ്വർണ്ണം മുഴുവൻ അവിടെ നിന്ന് കണ്ടെടുക്കാം എന്ന നിലയിലാണ് നിങ്ങളുടെ അംഗങ്ങളൊക്കെ ഇന്ന് സഭയിൽ ബഹളം വെച്ചത്. ലളിതമായി ഇപ്പോൾ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ നോക്കുമ്പോൾ ജയിലിൽ കിടക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, നിഷ്പക്ഷമായി ഒരു അന്വേഷണമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. ആ അന്വേഷണത്തിലൂടെ ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് പാർട്ടിയുമായുള്ള ബന്ധം എന്താണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് എൻ വാസുവിൻ്റെ ഒരു ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിലുണ്ടായിരുന്നു. ശ്രീ എച്ച് സലാം, താങ്കൾ കണ്ടു കാണും. ആ കോടതി ചോദിച്ചത് ആരാധിക്കുന്ന ദൈവത്തെ പോലും കൊള്ളയടിച്ച ആളല്ലേ എന്ന് ചോദിച്ചാണ് ഈ ജാമ്യ ഹർജി നിഷേധിച്ചിരിക്കുന്നത്. അപ്പോൾ സോണിയാഗാന്ധിയുടെ പേര് പറഞ്ഞ് ഇപ്പോൾ ഈ നിങ്ങൾക്ക് നേരെ ഉയർന്നു വരുന്ന ചോദ്യങ്ങളെയും ആക്ഷേപങ്ങളെയും ഒക്കെ ആ പ്ലേറ്റ് മുഴുവൻ മറച്ചു വെക്കാം എന്ന് CPIM കരുതുന്നുണ്ടോ? ശ്രീ സന്ദീപ് വാര്യരും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും പറഞ്ഞുകൊണ്ടിരിക്കും സോണിയാഗാന്ധിയുടെ പേര് പറഞ്ഞുകൂടാ എന്നാണ്. എന്തേ സോണിയാഗാന്ധിയുടെ പേര് പറഞ്ഞുകൂടാ എന്ന് പറയേണ്ട കാര്യം? ഇന്ന് സഭയിലുണ്ടായൊരു കാര്യം, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം ഒരു പ്രൊപ്പഗൻഡയ്ക്ക് വേണ്ടിയിട്ട്, ഇലക്ഷൻ്റെ ഭാഗമായ ഒരു ക്യാമ്പയിനിങ് മെറ്റീരിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ച് ഒരു നീക്കം നടത്തി എന്നുള്ളതല്ലാതെ നമ്മുടെ ജനാധിപത്യപരമായ ഏറ്റവും സുപ്രധാനമായ വേദിയായ കേരള നിയമസഭയിൽ ഈ ഗൗരവമായ ഈ വിഷയത്തെ ചർച്ചയ്ക്ക് വിധേയപ്പെടുത്താൻ UDF തയ്യാറാവാതെ ഒളിച്ചോടുകയാണ് ഉണ്ടായത്. സഭ ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഇന്ന് ചോദ്യോത്തരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചോദ്യോത്തരമില്ലാതെ മറ്റ് നടപടികളിലേക്കാണ് സ്വാഭാവികമായിട്ട് കടന്നത്. തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുള്ള ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയമാണ് ആദ്യം എടുത്തത്. എടുത്ത മാത്രയിൽ UDFകാർ ചെയ്ത കാര്യം ബാനർ, പ്ലക്കാർഡ് എല്ലാം കൂടി പിടിച്ചിട്ട് നേരെ വന്ന് ബഹളം ഉണ്ടാക്കി മുദ്രാവാക്യം വിളിക്കുകയാണ് ചെയ്തത്. നമ്മുടെ സഭയിൽ സഭാ ചട്ടമനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ ചർച്ച നടത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ വേദിയാണ്. അതെന്തുകൊണ്ട് UDF ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ളതിന് UDFിന് പ്രതിനിധി നിങ്ങൾ മറുപടി പറയണം. റൂൾ 50 അനുസരിച്ച് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഏത് വിഷയവും ചർച്ചയ്ക്കെടുക്കാം. ഈ സർക്കാർ സൃഷ്ടിച്ച റെക്കോർഡ് എന്ന് പറയുന്നത് 957 മുതൽ 2020 ഈ നിമിഷം 26 വരെയുള്ള കാലത്ത് 53 അടിയന്തര പ്രമേയങ്ങൾ ആണ് കേരള നിയമസഭ ചർച്ചയ്ക്കെടുത്തത്. ആ 53 എണ്ണത്തിൽ 17 അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്ത ഗവൺമെൻറ് രണ്ടാം പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ടോട്ടലായി ചർച്ചയ്ക്കെടുത്ത് 23 എണ്ണമാണ്. എന്ന് പറഞ്ഞാൽ 53-ൽ 23 എണ്ണം ഈ 10 വർഷക്കാലം ഇടതുപക്ഷ ഗവൺമെൻറ് ചർച്ചയ്ക്കെടുത്തു എന്നൊരു അടിയന്തര പ്രമേയം. അത് കാണിക്കുന്നത് എന്താണ്? ഏത് പ്രശ്നം ഒരു സർക്കാരിന് മുമ്പാകെ വന്നാലും നിയമസഭ മുമ്പാകെ കൊണ്ടുവന്നാലും പ്രതിപക്ഷമാണല്ലോ കൊണ്ടുവരിക. പ്രതിപക്ഷം കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം പ്രതീക്ഷിക്കുന്നത് ഭരണപക്ഷത്തെ പ്രതികൂട്ടിലാക്കാൻ കഴിയുമെന്നല്ലേ. അങ്ങനെ ഒരു വിഷയമാണ് തിരഞ്ഞെടുത്ത് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരുന്ന കാര്യം ഞങ്ങൾ സന്നദ്ധമാണ് ചർച്ച ചെയ്യാൻ എന്ന നിലപാട് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് സ്വീകരിച്ചു. 17 ഈ ഗവൺമെൻറ് തന്നെ ചർച്ച ചെയ്തു. എന്തേ? സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട ഇന്നിപ്പോൾ ഇവർ ഉയർത്തിപ്പെടുന്ന പ്രശ്നം എന്തുകൊണ്ട് ഇന്നത്തെ നിയമസഭാ സമ്മേളന വേദിയിൽ എന്തുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷം ശ്രീ സന്ദീപ് വാര്യരുടെ പാർട്ടി എന്തുകൊണ്ടാണ് ഈ കാര്യം ഇന്ന് പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഒരുപക്ഷെ താങ്കൾ ശ്രദ്ധിച്ചു കാണില്ല. അദ്ദേഹം പറഞ്ഞത് ഇനി ചർച്ചയൊന്നുമില്ല, ഈ ദേവസ്വം മന്ത്രി രാജിവെക്കുന്നതിനപ്പുറത്ത് ഒരു ആവശ്യവും ഞങ്ങൾക്ക് പറയാനില്ല. കാരണം ഒന്നൊന്നായി പിടിയിലായി അറസ്റ്റിൽ കഴിയുന്നവരൊക്കെ CPM-മായി ബന്ധമുള്ളവരാണ്. ഇനി അന്വേഷണം പോകുന്നത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ്. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രനും പ്രശാന്തിലേക്കും ഒക്കെ അന്വേഷണം നീങ്ങുമ്പോൾ ഇനി കൂടുതൽ ചർച്ചയുടെ ഒന്നും ആവശ്യമില്ല, ചർച്ചയൊക്കെ ഞങ്ങൾ നടത്തി കഴിഞ്ഞാണ്, ഇനി ദേവസ്വം മന്ത്രി രാജിവെച്ചാൽ മതി എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. അതോ അത് അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് സതീശനാണോ തീരുമാനിക്കുന്നത്? സതീശനല്ലോ തീരുമാനിക്കേണ്ടത്. ഞാൻ പറയുന്നത് ഇനി ചർച്ചയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിന് കോപ്രായി കാട്ടി? അതിനുത്തരം പറയൂ. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ സഭാ സമ്മേളനത്തെ അനുകൂലപ്പെടുത്തി കോപ്രായി കാണിച്ചത്? അതാ ഞാൻ ആദ്യം പറഞ്ഞത്. ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരു ഒരുക്കമുണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നിയമസഭ പോലെയുള്ള പ്രധാനപ്പെട്ട സുപ്രധാനമായ വേദികളെ വളരെ ഡെമോക്രാറ്റിക്കായ ചർച്ചയിലേക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ട നിലപാടിൽ ഉണ്ടാവേണ്ടത്. അത് കൊണ്ടുവരുന്നതിൽ കാണാമായിരുന്നല്ലോ. താങ്കളുടെ അനുവാദത്തോടുകൂടി ഒന്ന് ഇടപെട്ടൊരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഞാൻ ഒരു കാര്യം കൂടി, അതായത് സോണിയാഗാന്ധിയുടെ കാര്യം താങ്കൾ പറഞ്ഞതുകൊണ്ടാണ്, സോണിയാഗാന്ധിയുടെ കാര്യം കൂടി പറഞ്ഞതുകൊണ്ടാണ്. അതായത് കടകംപള്ളി സുരേന്ദ്രന് ഈ ഇന്ന്
നിയമസഭയിൽ ഭരണപക്ഷാംഗങ്ങൾ സ്വീകരിച്ചൊരു നിലപാടില്ല. അദ്ദേഹം പറഞ്ഞത് സോണിയാഗാന്ധിയെ പോലൊരാൾ ഇങ്ങനെയുള്ള ആളുകളെ, അതായത് അവർ ക്ലിയർ അല്ലാത്ത ആളുകളാണെങ്കിൽ അവരെ സ്വീകരിക്കുമോ എന്നാണ്. അപ്പോൾ സോണിയാഗാന്ധിയാണ് ഇതിനകത്ത് വലിയ തെറ്റ് ചെയ്തതെന്ന് ഭരണപക്ഷാംഗങ്ങൾ അവിടെ വാദിക്കുമ്പോഴാണ് കടകംപള്ളി സുരേന്ദ്രൻ മറിച്ചൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഇനി സോണിയാഗാന്ധിയുടെ ചിത്രമാണ് നിങ്ങൾ അലോസരപ്പെടുത്തുന്നതെങ്കിൽ ഇവിടെ സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിക്കൊപ്പം ഔദ്യോഗിക ചടങ്ങിൽ പങ്കെടുക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛന് ഈ ഉപഹാരങ്ങൾ നൽകുന്ന ഫോട്ടോയുണ്ട്. ആരാണ് നിൽക്കുന്നത്? അല്ല, ഒരു സെക്കൻഡ്. അതിൽ പത്തനംതിട്ടയിലെ CPM ജില്ലാ സെക്രട്ടറിയായ കടകംപള്ളി സുരേന്ദ്രനൊപ്പം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായ രാജു എബ്രഹാം ഔചിത്യമില്ലായ്മ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, ശ്രീ സലാമിനോട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് ശ്രീ സലാമിനോട് ഒരു കാര്യം പറയാനാണ്. പറയൂ. ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ശ്രീ സലാം പറയൂ. പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. ശ്രീ സലാം, അങ്ങ് സംസാരിക്കുന്ന സമയത്ത് കേൾക്കാം. അങ്ങ് സംസാരിക്കുന്ന സമയത്ത് ശബ്ദം നിർത്തണേ. അങ്ങ് സംസാരിക്കുന്ന സമയത്ത് സതീശനാണോ അത് തീരുമാനിക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടു. അങ്ങ് നിയമസഭയിലൊരു അംഗമാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഈ രീതിയിൽ സംസാരിക്കുന്നത് ഒരു നിയമസഭാംഗത്തിന് ചേർന്നതല്ല. ഞാനിവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നുള്ളതാണ് പറഞ്ഞത്. ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് ഞാൻ ഉപയോഗിച്ചത്, അല്ല ഞാൻ വിജയൻ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങ് ഒരു നിയമസഭാംഗം എന്നുള്ള നിലയ്ക്ക്, ഞാനൊന്നും നിയമസഭാംഗം അല്ല, അങ്ങ് ഒരു നിയമസഭാംഗമാണ്. സഭയ്ക്കകത്തെ പ്രതിപക്ഷ നേതാവിനെ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ആ ഒരു മാന്യത കൊടുത്തുകൊണ്ട് സംസാരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കുട്ടികളടക്കമുള്ള ആളുകളുണ്ട്. ഈ രീതിയിലാണ് ഒരു നിയമസഭാംഗം പ്രതിപക്ഷ നേതാവിനെ വിശേഷിപ്പിക്കേണ്ടതെന്ന് അവര് തീർച്ചയായിട്ടും തീരുമാനിച്ചു. ഗോപികൃഷ്ണ, അതിനകത്ത് ഞാൻ പറയുന്നൊരു കാര്യം, നിയമസഭയിലാണ് കാര്യം. ഇപ്പോൾ പുറത്തല്ലല്ലോ, പൊതുയോഗത്തിലോ തെരുവിലോ അല്ലല്ലോ കാര്യം നടക്കുന്നത്, നിയമസഭയ്ക്ക് ഉള്ളിലാണ്. ആ നിയമസഭയ്ക്കകത്ത് നിയമസഭാ ചട്ടങ്ങളനുസരിച്ച് വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്. ആ മാർഗം ലംഘിച്ചുകൊണ്ടാണ് എന്നിവർ നടത്തിയ. അതിൻ്റെ കാര്യം തന്നെ ചോദിച്ചാൽ, ഇത് റൂൾ 50 അനുസരിച്ച് നോട്ടീസ് കൊടുത്താൽ ഗവൺമെൻറ് ചർച്ചയ്ക്ക് തയ്യാറായാൽ യു.ഡി.എഫിൻ്റെ ഭാഗം പറയും, ഗവൺമെൻറ് ഭാഗം പറയും. ഇതിൻ്റെ നെല്ലും പതിരും വേർതിരിയും. ആ ചർച്ച കേരളം മുഴുവൻ കേൾക്കുമ്പോൾ ഏത് തെറ്റ് ഏത് ശരിയെന്ന് വകതിരിച്ചറിയാനുള്ള ഒരു സ്പേസാണ് കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടുന്നത്. അത് യു.ഡി.എഫ് ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തത്? ഇങ്ങനെ പകമറ ഉണ്ടാക്കിയിട്ട് ആ പകമറ നിർത്തിക്കൊണ്ട് പോകാൻ കഴിയാതെ വരും ഇതിൻ്റെ ഉള്ളുകളിലേക്ക് കടന്ന് ചർച്ച നടത്തിയാൽ. ഇപ്പോൾ സോണിയാഗാന്ധിയും ആ സെക്യൂരിറ്റി സംബന്ധിച്ചും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യം പ്രിയപ്പെട്ട ശ്രീ സന്ദീപ് അദ്ദേഹം സംസാരിച്ചു. എന്ത് ലളിതമായിട്ട് അദ്ദേഹം സംസാരിച്ചേ. മുഖ്യമന്ത്രി കാണാൻ മന്ത്രിമാർക്ക് പോലും കഴിയില്ല. നിങ്ങൾ ആര് പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനൊരു കാര്യമാണെന്ന്? ശ്രീ സന്ദീപ് വാര്യർ, ആര് പറഞ്ഞു? നിങ്ങളെങ്ങനെ നിരന്തരമായി ഈ പൊതുയോഗ പ്രസംഗം നടത്തുന്ന പോലെയാണോ നമ്മൾ ചർച്ചയിൽ പങ്കെടുത്ത് പറയേണ്ട? അങ്ങനെയാണോ? നാളെ രാവിലെ സന്ദീപ് വാര്യർക്ക് മുഖ്യമന്ത്രി കാണണമെങ്കിൽ നേരെ അവിടെ പോയി ഒരു പാസ് എടുത്താൽ പോരെ? കാണാൻ പറ്റില്ലേ? കേരളത്തിലെ സാധാരണ മനുഷ്യന് മുഖ്യമന്ത്രി ഓഫീസിൽ പോയി പാസ് എടുത്താൽ അവിടെ കാണാൻ പറ്റില്ലേ? ആ സമയക്രമം അനുസരിച്ച് പോയാൽ കാണാൻ പറ്റില്ലേ? ഞങ്ങൾക്കാർക്കും ഒരു തടസ്സമില്ല മുഖ്യമന്ത്രി കാണാൻ. അതുപോലെയാണോ ശ്രീമതി സോണിയാഗാന്ധിയെ കാണുന്ന ഒരു കാര്യം? അതുപോലെയാണോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മളിതെല്ലാം അറിയുന്ന ആളുകളെ ഇങ്ങനെ വിഡ്ഢികളാക്കാൻ വേണ്ടി പാടുണ്ടോ? ഇത് രണ്ട് സമാനമാണ്, അവിടെ ആർക്കും പോകാമല്ലോ എന്നാണോ? ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിത്രങ്ങൾ മാത്രമല്ല ഗോപികൃഷ്ണൻ പ്രശ്നം. ഇപ്പോൾ സോണിയാഗാന്ധിയുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോയിട്ട് ചിത്രത്തിൽ നിന്നു, അല്ലെങ്കിൽ അപ്പുറത്ത് വേറൊരു ചിത്രത്തിൽ വേറെ ആളുമായിട്ട് നിന്നു. ഇതെല്ലാം പ്രശ്നം. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ചിത്രത്തെക്കുറിച്ച് അത് വക്രീകരിച്ച് അവതരിപ്പിച്ചില്ലേ കേരളത്തിൽ? ആരാ അത് പ്രൊഡ്യൂസ് ചെയ്ത? ആരാണ്? AI ടൂൾ ഉപയോഗിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ഇങ്ങനെ കാതിൽ കിന്നാരം പറയുന്ന പോലുള്ള ചിത്രം ഉണ്ടാക്കിയിട്ട് ഈ നാട്ടിൽ പ്രചരിപ്പിച്ചില്ലേ? എന്താ യഥാർത്ഥ ചിത്രം എന്തായിരുന്നു? മുഖ്യമന്ത്രിയെ ആ ഡിപ്പാർട്ട്മെൻറ്റ് അത് റിലീസ് ചെയ്യാൻ വേണ്ടി വിളിച്ചു. റിലീസ് ചെയ്തിട്ട് അദ്ദേഹം നേരെ വാഹനത്തിൽ കയറാൻ ഇങ്ങനെ ചരിഞ്ഞ് പോകുമ്പോൾ ആ പോകുന്ന വഴിക്കുള്ള ഒരു സെക്കൻഡ്, ആ സെക്കൻഡിൻ്റെ എടുത്തിട്ട് AI ടൂളോട് ഉപയോഗിച്ചിട്ട് ചെവിയിലെന്തോ പറയുന്നു മുഖ്യമന്ത്രി. അത് ചിത്രം പ്രചരിപ്പിച്ചില്ലേ? ഈ നാട്ടിൽ പ്രചരിപ്പിച്ചില്ലേ? അത് തെറ്റാണ് എന്ന് നാട്ടുകാർക്ക് ബോധ്യമായത് ഗവൺമെൻറ് തന്നെ ആ വീഡിയോ പുറത്തു വിട്ടപ്പോഴല്ലേ മനസ്സിലായ കാര്യം? അങ്ങനെ ഒരു കാര്യമാണോ? ജൻപഥിൽ കടന്നെത്തിയിട്ട് സോണിയാഗാന്ധിയുടെ വീടിൻ്റെ ഉള്ളിൽ കടന്നെത്തി സോണിയാഗാന്ധിയുടെ Z കാറ്റഗറി സെക്യൂരിറ്റിയുള്ള Z+ കാറ്റഗറി സെക്യൂരിറ്റിയുള്ള ശ്രീമതി സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്താണെങ്കിലും ചരടോ ബ്രേസ്ലെറ്റോ എന്താണെന്ന് നമുക്കറിയില്ല, അത് കെട്ടിക്കൊടുക്കാൻ പാകത്തിലുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് ഈ പ്രതിസ്ഥാനത്ത് വന്നവർ വന്നു. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല എന്നുള്ളതാണ് ഗൗരവമായ കാര്യം. ആ ചിത്രത്തിൽ ഈ സ്വർണ്ണപ്പാളി കട്ടുകൊണ്ട് പോയ ഉണ്ണികൃഷ്ണൻ പോറ്റിയും
അത് കൊണ്ടുപോയി വിറ്റ് ആ കട്ട മുതൽ വാങ്ങിയാളും, അതാ പ്രശ്നം. ഗോവർദ്ധൻ അവിടെ ഇല്ലേ? കട്ടയാളും കട്ട മുതൽ വാങ്ങിയാളും ഒരുമിച്ച് ഒറ്റ സ്റ്റില്ലേ ഉള്ളൂ ഇതുവരെ നമ്മൾ കണ്ടിടത്തോളം. അല്ല, അത് സോണിയാഗാന്ധിയുമായിട്ട് നിൽക്കുന്നതാണ്. അല്ല, അപ്പൊ ഈ ഇതിനകത്ത് കടകംപള്ളി സുരേന്ദ്രന്റെ റോൾ എന്താണ് ശ്രീ എസ്.എല്ലാം? ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. ഞാൻ പറയുന്നത് ശ്രീമതി സോണിയാഗാന്ധിയുടെ ജൻപത്ത് എന്ന് പറയുന്ന അത്രയും സെക്യൂരിറ്റി സംവിധാനമുള്ള സ്ഥലത്ത് അപ്പോയിന്റ്മെന്റ് എടുത്ത് അകത്ത് കയറി കയ്യിൽ എന്തെങ്കിലും കെട്ടിക്കൊടുക്കാൻ കഴിയുന്ന അത്ര സുരക്ഷാ സംവിധാനമല്ലേ? അവിടെ പിന്നെ സമ്മാനം കൊണ്ടുപോയി കൊടുത്തു. അവിടെ സംഭവിച്ച, ഞാൻ പറയുന്ന കാര്യം, ഇത് കട്ടയാളും കട്ട മുതൽ വാങ്ങിയാളും ഒരുമിച്ച് ഇവരുടെ സാന്നിധ്യത്തിൽ എങ്ങനെ വന്നു ചേർന്നു എന്നത് ഗൗരവമല്ലേ? ഒരു ചിത്രം എന്താണെന്ന് നമ്മൾ തമ്മിൽ പറഞ്ഞാൽ മാത്രം മതിയോ? ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസ് പാർട്ടി അന്വേഷിച്ചോ? അടൂർ പ്രകാശ് ആദ്യം രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞത് അവിടെ വന്ന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ കൂടെ പോയി എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ കള്ളന്മാർ എങ്ങനെയാണ് സോണിയാഗാന്ധി അപ്പോയിന്റ്മെന്റ് വാങ്ങിയത്? കടകംപള്ളി സുരേന്ദ്രനും രാജു എബ്രഹാമും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയത് എന്തിനാ? അത് ഞാൻ പറയാം. ഞാൻ പറയുന്നത് സോണിയാഗാന്ധി അപ്പോയിന്റ്മെന്റ് വാങ്ങിയത് ആര് എന്ന് ഇത്രയും ദിവസങ്ങൾ ചർച്ച നടത്തിയല്ലോ. ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസ് പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ലേ? സോണിയാഗാന്ധിയുടെ അവിടെ ഇവർ അപ്പോയിന്റ്മെന്റ് എടുത്ത ഇന്ന വഴിയാണ്, ഇന്ന ആളുകൾ വഴിയാണ്. ഞാൻ ചോദിക്കുന്നത്, സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഇവർ പോയി. അല്ല ശ്രീസലാം, സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഇവർ പോയി. ഇപ്പൊ നേരത്തെ ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞല്ലോ അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ട്. അല്ലെങ്കിൽ പോട്ടെ, അവർ കാണാൻ താങ്കൾ പറഞ്ഞതുപോലെ അപ്പോയിന്റ്മെന്റ് എടുത്ത് പോയി. എന്താണ് നിങ്ങളുടെ ആക്ഷേപം? ഈ സ്വർണ്ണക്കൊള്ളയിൽ സോണിയാഗാന്ധിക്ക് പങ്കുണ്ടെന്നാണോ? ഈ സ്വർണ്ണക്കൊള്ളയിൽ അവരുടെ പങ്കാണ് കൂടുതലുള്ളതെന്നാണോ? അപ്പോൾ SIT അന്വേഷണത്തിന്റെ ഭാഗമായി ജയിലിൽ കിടക്കുന്ന ആളുകളുടെ പങ്ക് എന്താണ്? കടകംപള്ളി സുരേന്ദ്രന്റെ പങ്ക് എന്താണ്? ഈ കേസുമായി ബന്ധപ്പെട്ട് ആർക്ക് എത്ര അളവിൽ പങ്കുണ്ടെങ്കിലും SIT അന്വേഷിച്ച് വെളിച്ചത്ത് കൊണ്ടുവരും പൂർണ്ണമായി. ഞാൻ പറയുന്ന കാര്യം, ഈ പറഞ്ഞ നിങ്ങൾ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് പറഞ്ഞൂടെ? ഈ രണ്ട് പ്രതിസ്ഥാനത്തുള്ള 2 ആളുകളും അവിടെ വന്ന് കയറിയത് ഇന്ന വഴിയിലൂടെയാണ്, സോണിയാഗാന്ധി നിരപരാധിയാണ് എന്ന്, ഈ വഴിയിലൂടെയാണ് വന്നത് എന്ന് എന്തുകൊണ്ടാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഒരു റിലീസ് ഇറക്കിക്കൂടെ? ഒന്ന് അന്വേഷിച്ചിട്ട് ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ലല്ലോ എങ്ങനെ വന്നു എന്നുള്ള കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.